നിങ്ങൾക്കൊരു പവർ ബാങ്ക് വേണം. നിങ്ങളുടെ ബജറ്റ് 1000 രൂപയാണ്. നിങ്ങൾ നേരെ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് ഷോപ്പ് കീപ്പറോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയും. ഷോപ്പ് കീപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് 2-3 ഓപ്ഷൻസ് വെക്കുകയാണ്. എന്നിട്ട് ഷോപ്പ് കീപ്പർ നിങ്ങളോട് പറയുന്നു, ഇതാണ് ഞങ്ങളുടെ ഷോപ്പിലെ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം. ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയട്ടെ. എന്നിട്ട് ഷോപ്പ് കീപ്പർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് സാറിന്റെ മൊബൈൽ വെറും 30 മിനിറ്റ്സിൽ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സാറിന് സമയം സേവ് ചെയ്യാം. ഇത് കൂടാതെ സാറിന് ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് ലാപ്ടോപ്പും ചാർജ് ചെയ്യാം. ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ഇതൊന്നുമല്ല, ഒരേ സമയത്ത് 7 ഡിവൈസ് വരെ ഇതിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാർ ഇപ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസ് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഒരുപാട് സാറിന് ഉപകാരപ്പെടും. പിന്നെ ഒരു എമർജൻസി പവർ കട്ട് വന്നാൽ പോലും സാറിന്റെ ഫോൺ ഒരിക്കലും ഡെഡ് ആവില്ല. ആ സമയത്ത് വളരെ ക്യൂരിയോസിറ്റിയോട് നിങ്ങൾ അതിന്റെ പ്രൈസ് എന്താണെന്ന് ചോദിക്കും. ആ സമയത്ത് ഷോപ്പ് കീപ്പർ നിങ്ങളോട് പറയുവാണ്, സാർ ഇതിന്റെ പ്രൈസ് 1000 രൂപയല്ല, ഇതിന്റെ പ്രൈസ് 2500 റുപ്പീസ് ആണ്. ഇത് കേൾക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളൊന്ന് ഷോക്ക് ആവും. പിന്നീട് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം റിയലൈസ് ആവും, 2500 റുപ്പീസ് കൂടിയ പ്രൈസ് തന്നെയാണ്. പക്ഷേ ഈ 2500 റുപ്പീസ് ഞാൻ മുടക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതിലും കൂടുതലാണ്. കാരണം എനിക്ക് എന്റെ സമയം സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് ബെറ്റർ പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്, എനിക്ക് റീപ്ലേസ്മെന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല, എനിക്ക് നല്ല കൺവീനിയൻസ് ലഭിക്കുന്നുണ്ട്. ഇതാണ് വാല്യൂസ്. കസ്റ്റമേഴ്സ് നോക്കുന്നത് പ്രൈസ് അല്ല, കസ്റ്റമേഴ്സ് നോക്കുന്നത് വാല്യൂസ് ആണ്. നിങ്ങൾക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ കസ്റ്റമേഴ്സ് ഏത് വിധേനയും അത് വാങ്ങാനുള്ള പണം കണ്ടെത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച്.